അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ടു ഫൈൻ സ്റ്റോക്ക്. നമ്മൾ പുതിയൊരു വർഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അല്ലേ. പുതിയ വർഷം തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യാം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാകും. അപ്പോൾ നമുക്ക് 2025 ഗോൾ സെറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യം പുതുവർഷത്തെ കുറിച്ചിട്ട് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ സ്റ്റോമാണ് ചെയ്യേണ്ടത്. ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിൽ വരുന്ന എല്ലാ ഗോൾസും നമ്മൾ 2025 എന്ന വർഷത്തിൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, റഫായിട്ടുള്ള ഒരു ബുക്കിലേക്കോ ഒരു പേപ്പറിലേക്കോ എഴുതിയെടുക്കുക. ഇത് നിങ്ങൾ 2025 ന്യൂ പ്ലാനറിൽ എഴുതണമെന്നില്ല. ഏതെങ്കിലും ഒരു ബുക്കിലേക്കോ നിങ്ങളുടെ പഴയ പ്ലാനറിലോ അല്ലെങ്കിൽ പഴയ ഒരു ബുക്കിലോ എന്തിലെങ്കിലുമൊക്കെ എഴുതി വെക്കുക. നിങ്ങളുടെ മൈൻഡിൽ പ്ലാനിങ് ആയിട്ട് അല്ലെങ്കിൽ ഗോളായിട്ട് 2025 വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതിലേക്ക് എഴുതി വെക്കുക. ഇത് കീവേഡ്സ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതിയാൽ മതി. കാരണം നമ്മൾ ഗോളൊക്കെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മൈൻഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്ന്. പക്ഷെ നമ്മുടെ മൈൻഡിൽ വീണ്ടും വേറെ വേറെ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ ഗോൾസൊക്കെ നമ്മൾ മറന്നു പോകും. അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും മറന്നു പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന എന്തെങ്കിലും കീവേഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് എഴുതാം. എക്സാമ്പിൾ ഡിസിപ്ലിൻ, പാരൻറ്റിങ്, ട്രാവലിംഗ്, ജോബ്, സ്റ്റഡി, റിലേഷൻഷിപ്പ്, റൊമാൻറ്റിക് ലൈഫ്, സേവിങ്, ഫ്രീഡം, സേവിങ്, ചാരിറ്റി, ഇങ്ങനെ എന്തൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണോ നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് അതൊക്കെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് എഴുതി വെക്കുക. രണ്ടാമത്തതാണ് ഗോൾ സെറ്റിംഗ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അവിടെ എഴുതി വെച്ചൊരു പേപ്പറിൽ. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ ഒന്ന് സോർട്ട് ചെയ്തിട്ട് എഴുതി വെക്കാം. മീൻസ് ഇപ്പോൾ ഫിസിക്കലായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് 2025 അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ നിങ്ങൾ എഡ്യൂക്കേഷൻ ഗോൾസ് എന്തൊക്കെയാണ്, സ്പിരിച്വൽ ഗോൾസ്, അങ്ങനെ ഓരോന്നും വേറെ എഴുതിയിട്ട് അതിൽ വരുന്ന കാര്യങ്ങൾ എഴുതുക. ഫോർ എക്സാമ്പിൾ ഫിസിക്കൽ ഗോൾസ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു വർഷം എത്ര വെയിറ്റ് കുറക്കാനാണോ അല്ലെങ്കിൽ എത്ര വെയിറ്റ് കൂട്ടാനാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയർ എത്രത്തോളമാണ് നിങ്ങൾ ശ്രദ്ധിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഹെയർ കെയർ എങ്ങനെയാണ്, എവിടെ എത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അങ്ങനെ രീതിയിൽ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്തിട്ട് എഴുതി വെക്കുക. മൂന്നാമത്തത് വാട്ട് ഈസ് റിയാലിറ്റി ഇമ്പോർട്ടൻറ്റ് യു. ഈ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. അത്യാവശ്യമായിട്ടുള്ള, അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ തരം തിരിച്ച് എഴുതി വെച്ചില്ലേ, ഈ കാര്യങ്ങളിൽ ഏറ്റവും അത്യാവശ്യവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ 3ഓ 5ഓ ഗോൾസ് തിരഞ്ഞെടുക്കുക. ആ ഗോള് ചൂസ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ആദ്യം പരിശ്രമിക്കുക. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് എഴുതി വെച്ചിട്ടൊക്കെ കൂടെ നമ്മൾ പരിശ്രമിച്ചാൽ അത് 1-2 ദിവസത്തിനുള്ളിൽ നിന്ന് പോകും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഓരോ മന്ത് അല്ലെങ്കിൽ ഓരോ വീക്ക് ഓരോന്ന് വെച്ചിട്ട് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യമോ അല്ലെങ്കിൽ 5 കാര്യമോ നമ്മുടെ ന്യൂ ഇയർ പ്ലാനറിൽ എഴുതി വെക്കുക. ഈ നാലാമത്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഇമ്പോർട്ടൻ്റ് ഗോൾസിൽ നിന്ന് പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് മാറ്റി എഴുതുക. അതായത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള 3ഓ 5ഓ ഒക്കെ കാര്യങ്ങളുണ്ടല്ലോ, വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു എന്നുള്ള കാര്യത്തിൽ നിന്ന് മാറ്റി എഴുതുന്ന ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ലിസ്റ്റിൽ നിന്ന് പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് മാറ്റി എഴുതുക. എന്ത് വന്നാലും ഡെയിലി ചെയ്യേണ്ടവ അവനവൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രം ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ വെയിറ്റ് കുറക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഞാൻ ഡെയിലി 20 മിനിറ്റ് എക്സസൈസ് ചെയ്യും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഇത്ര ദിവസം ഞാൻ ഷുഗർ ഒഴിവാക്കും, അങ്ങനെ അല്ലെങ്കിൽ ഈ സമയത്ത് ഡെയിലി ഈ സമയത്ത് ഞാൻ സ്കിൻ കെയർ ഫോളോ ചെയ്യും. ഏത് തരത്തിലുള്ള സ്കിൻ കെയറാണ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ പഠിക്കുന്നവരാണെങ്കിൽ ഞാൻ ഇത്ര പാട്ട് ഈ ഒരു ആഴ്ച അല്ലെങ്കിൽ ഈ ഒരു മാസം കൊണ്ട് പഠിച്ച് തീർക്കും. ഇതിൽ ഏത് ഭാഗമാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ടത്, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ഉണ്ടാകുക, അതൊക്കെ എങ്ങനെയാണ് റിയലൈസ് ചെയ്തിട്ട് അങ്ങനെ അത് മാറ്റി എഴുതുക. പ്രയോറിറ്റി കൊടുത്തിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ മാറ്റി എഴുതുക. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ലിസ്റ്റിൽ നിന്ന് പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് മാറ്റി എഴുതുക. അത് നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. 5 ഇത്രയും എഴുതിയാൽ നമുക്ക് ക്ലാരിറ്റി കിട്ടും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചാൽ നമ്മുടെ ഗോൾസ് എന്തൊക്കെയാണ്, നമ്മൾ ഈ
കാര്യങ്ങളിൽ എന്തൊക്കെയാണ് 2025 ഇത്ര മാസം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര ആഴ്ച കൊണ്ട് അച്ചീവ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളൊരു ക്ലാരിറ്റി നമ്മുടെ മൈൻഡിൽ വരും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്കാര്യങ്ങൾ മാറ്റി എഴുതുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. 6 ക്രിയേറ്റിംഗ് ന്യൂ സിസ്റ്റം. അപ്പോൾ നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പുതിയ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഡെയിലി ഏത് സമയത്താണ് നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടത്, നമ്മൾ ഉണർന്ന നമ്മുടെ പ്രഭാതത്തിലാണോ അല്ലെങ്കിൽ നമ്മുടെ ഈവനിങ്ങിലാണോ നമ്മൾ എക്സസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനാണ് ഒരു കാര്യം പഠിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ കാര്യം നമ്മൾ പഠിക്കാൻ എപ്പോഴാണ് ടൈം കണ്ടെത്തേണ്ടത്. ഇങ്ങനെ ഓരോന്നിനും ഓരോ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടൈം നമ്മുടെ ഐഡിയക്കനുസരിച്ച് നമ്മൾ തന്നെ എഴുതി വെക്കുക. കാരണം നമുക്ക് ഒരുപാട് കാര്യം നമ്മളെ എഴുതി നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എഴുതി വെക്കുക. ഇപ്പോൾ 2025 എന്ന വർഷത്തിൽ നിങ്ങൾക്ക് ഒരു വീട് വാങ്ങണം അല്ലെങ്കിൽ ഒരു പുതിയ വീട് വെക്കണം എന്നൊക്കെയാണ് ആഗ്രഹം എങ്കിൽ നമ്മൾ എത്ര രൂപ സേവ് ചെയ്യണം ഓരോ ദിവസവും, എത്ര രൂപ നമ്മൾ ഏൺ ചെയ്താലേ നമുക്ക് ഇത്ര രൂപയിലേക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ, ഈ ഇത്ര രൂപ സേവ് ചെയ്താലേ ഞാൻ ആഗ്രഹിച്ച ആ സമയത്ത് എനിക്ക് ഒരു പുതിയ വീട് വാങ്ങാനോ അല്ലെങ്കിൽ വീടിൻ്റെ പണി തുടങ്ങാനോ കഴിയുള്ളൂ. ഇങ്ങനെ ഓരോന്നും നമ്മൾ തരം തിരിച്ചിട്ട് എഴുതി വെക്കുകയാണ് വേണ്ടത്. നമ്മൾ ഇത്ര രൂപ എത്ര സമയം കൊണ്ടാണ് സമ്പാദിക്കേണ്ടത്, അതിന് വേണ്ടിയിട്ട് ഈ മാസം നമ്മൾ എത്ര രൂപ സമ്പാദിക്കണം, ഇങ്ങനെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോള് നിങ്ങൾക്ക് അവിടെ എഴുതി സെറ്റ് ചെയ്ത് വെക്കുക. 7ാമത്തെ കാര്യം സ്റ്റാർട്ട് ഫോളോ യുവർ പ്ലാൻ ഇമ്മീഡിയറ്റ്ലി. ഇനിയിപ്പോൾ നമ്മളിതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ജനുവരി 1 ആകാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എപ്പോഴാണോ പ്ലാനിങ് ചെയ്ത് കഴിയുന്നത് ആ സമയത്ത് തന്നെ നിങ്ങളുടെ ഗോളിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് തുടങ്ങുക. അതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പ്രവർത്തിച്ച് തുടങ്ങുക. കാരണം നമ്മളൊരു പുതിയൊരു സമയത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ടതില്ല. മാറ്റം നിങ്ങളിൽ എപ്പോഴാണ് വരുന്നത്, ഇന്നാണ്, ഈ നിമിഷമാണ് വരുന്നതെങ്കിൽ അപ്പം തന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി തിരിക്കുക. അതിൽ നമുക്ക് ആ നിമിഷം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണോ അത് ചെയ്തു തുടങ്ങുക. കാരണം നമ്മൾ ഒരു ജനുവരി 1 അല്ലെങ്കിൽ പുതിയൊരു വർഷത്തിലേക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ലൈഫ് എല്ലാ ദിവസവും ഒരുപോലെയാണ് പോകുന്നത് എങ്കിൽ നമ്മൾ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് പുതിയൊരു രീതി ഫോളോ ചെയ്യാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ നമ്മുടെ ഗോൾസിൻ്റെ ആ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങുക. നെക്സ്റ്റ് വൺ, ജേർണൽ എവരി ഡേ അബൌട്ട് യുവർ ഗോൾ. നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ കാര്യത്തെക്കുറിച്ചിട്ട് എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുക, ജേർണൽ എഴുതുക. എല്ലാ ദിവസവും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം സെറ്റ് ചെയ്യുക. നമ്മൾ എത്രത്തോളം അത് ആഗ്രഹിക്കുന്നുണ്ടോ ആ രീതിയിലൊക്കെ നമ്മൾ ജേർണൽ എഴുതി ശീലിക്കുക. നെക്സ്റ്റ് വൺ, ഫോക്കസ് ഓൺ ദ പ്രോസസ് നോട്ട് ദ എൻഡ് ഗോൾ. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, അതിൻ്റെ അവസാനത്തിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. നമ്മളിപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് അവിടെ എത്തുള്ളൂ എന്നുള്ള ആ ചിന്ത നമ്മളെ മൈൻഡിൽ വരികയാണെങ്കിൽ നമ്മൾ ഡിലേ ആക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധ കൊടുക്കുക, അത് എൻജോയ് ചെയ്ത് കൊണ്ടുപോവുക. ഓരോ ലക്ഷ്യത്തിലേക്കുള്ള ആഗ്രഹത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ മനോഹരാക്കേണ്ടത്. ആ യാത്രയാണ് നമ്മൾ ആസ്വദിക്കേണ്ടത്. ആ യാത്രയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ വേറൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രോസസ്സ് നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ട് ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടും ഇരിക്കുക. ഒരിക്കലും നമ്മൾ ആ എൻഡിൽ നോക്കിയിട്ടിരിക്കരുത്. നമ്മുടെ പ്രോസസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക, അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. 10ാമത്തെ കാര്യം, ബിഗെയിൻ എഗെയിൻ. കാര്യം എന്താ വെച്ചാൽ നമ്മൾ മനുഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് വീണ് പോവുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദിവസങ്ങളിൽ നിർത്തി പോവുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ട് നമ്മൾ നിർത്തുക ചെയ്താൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നിർത്തി, ഇനി ഞാൻ അത് ചെയ്യുന്നില്ല എന്നുള്ളൊരു മൈൻഡ് അവിടെ വെക്കാതെ ബിഗെയിൻ ചെയ്യുക, വീണ്ടും ബിഗെയിൻ ചെയ്യുക. കാരണം നമ്മൾ ഒരു കാര്യം നമ്മൾ എവിടെയാണോ നിർത്തുന്നത് അവിടുന്ന് വീണ്ടും വീണ്ടും തുടങ്ങുമ്പോഴേ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയിലേക്ക് വീണ്ടും വീണ്ടും എത്തിച്ചേരുന്നുള്ളൂ. നമ്മൾ ഒരു കാര്യം എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് തടസ്സപ്പെട്ടിട്ട് നമ്മൾ അവിടെ തന്നെ കിടക്കുകയാണെങ്കിൽ നമ്മൾ
നമ്മളിലൊരു മാറ്റം ഉണ്ടാകുന്നില്ല. നമ്മളെപ്പോഴൊക്കെ വീണ് പോകുന്നുണ്ടോ അവിടുന്ന് നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും പറക്കാനോ ഓടാനോ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ജീവിതം എന്നാൽ നമ്മുടെ ഈ ശ്രമത്തിൻ്റെ ഒരു യാത്രയാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും തുടങ്ങുക. എപ്പോഴൊക്കെ നമുക്ക് തടസ്സപ്പെട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മളത് വീണ്ടും വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തു തുടങ്ങുക. ഒരിക്കലും നമ്മുടെ ഗേൾസ് നമ്മൾ പാതി വഴിയിലിട്ട് പോകരുത്. എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യുന്നതിന് വരെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മളൊക്കെ ചാരിറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് കഴിയുന്ന രീതിയിൽ ഏൺ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ നമ്മൾ പഠിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഡെയിലി അവർക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇതൊന്നും പറഞ്ഞു കൊടുക്കാതെ എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾ അവിടെ എത്തുന്നത് സ്വപ്നം കണ്ട് നമ്മൾ നടന്നിട്ട് കാര്യമില്ലല്ലോ. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ എവിടെയാണ് വീണ് പോകുന്നത് അവിടുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. ലാസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡെഡ് ലൈൻ ഉണ്ടാകുക. അതായത് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഇത് ചെയ്ത് തീർക്കും. അതായത് ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. ആ കാര്യങ്ങൾ ഈ സമയത്തിനുള്ളിൽ ഞാൻ ചെയ്ത് തീർക്കും എന്നുള്ള ഒരു ഡെഡ് ലൈൻ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകുക. ഡെഡ് ലൈൻ ഇല്ലെങ്കിൽ നമ്മൾ ഒരു വർഷം നീണ്ടു കിടക്കുകയല്ലേ, അല്ലെങ്കിൽ ഒരാഴ്ച നീണ്ടു കിടക്കുകയല്ലേ, അല്ലെങ്കിൽ ഒരു ദിവസം നീണ്ടു കിടക്കുകയല്ലേ എന്നുള്ള ആ ഒരു മൈൻഡ് വന്നിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിലേ ആക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡെഡ് ലൈൻ വെക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ 2025 വേണ്ടിയിട്ട് ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ഗോൾ സെറ്റ് ചെയ്യുക. ഇനി ഗോൾ സെറ്റിങ്ങിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും കുറഞ്ഞ പേയ്മെൻറ്റ് വരുന്ന ഒരു ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് വരുന്നുണ്ട്. ഒരു വീക്കാണ് ഇതിൻ്റെ സമയം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ നമ്പറും വാട്സപ്പിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അതിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.